മനോജിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ളവർ കനിയണം. ഇനിയും കണ്ടെത്തേണ്ടത് 15 ലക്ഷം രൂപ. നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ, ലാൻഡ് ഫോൺ, ലാപ്ടോപ്പ്, ടിവികൾ, വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും. നന്മ കമ്മ്യൂണിക്കേഷൻ, ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേനടയിലും. ലോകമലേശ്വരം മണ്ണാമ്പറമ്പിൽ മനോജ് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ചികിത്സയിലാണ്. മനോജിന്റെ ഭാര്യ സന്ധ്യയാണ് മനോജിനെ കരൾ പകുത്തു നൽകിയത്. എന്നാൽ ചികിത്സയ്ക്കായി ഇനിയും 15 ലക്ഷത്തോളം രൂപ വേണം. കോവിഡ്, പ്രളയം തുടങ്ങിയ കാലഘട്ടങ്ങളിൽ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ മനോജിനെ സഹായിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അതിനായി മനോജ് ചികിത്സാ സഹായ സമിതി ഉണ്ടാക്കി പ്രവർത്തിക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ യൂത്ത് കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്ന മനോജ് നിലവിൽ തൃശൂർ ജില്ലാ വടംവലി അസോസിയേഷന്റെ പ്രസിഡന്റാണ്. കരുണയുള്ള മനസ്സുകൾ സഹായിച്ചാൽ മാത്രമേ മനോജിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതിനായി നന്മ പറ്റാത്തവർ കൈകോർക്കണം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, MP മനോജ് എന്ന കൊടുങ്ങല്ലൂരിലെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം കരൾ സംബന്ധമായ രോഗത്തിന് സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. ആ സർജറിക്ക് ആവശ്യമായ ഫണ്ട് ഒരു 35 ലക്ഷം രൂപ വരെ ഫണ്ടാണ് വേണ്ടിയിരുന്നത്. അത് നമ്മൾ വളരെ കാര്യമായി പ്രവർത്തിച്ചെങ്കിലും ആ ഫണ്ട് മുഴുവൻ പൂർണ്ണമായിട്ട് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന സുഹൃത്തുക്കൾ വീണ്ടും ഒരു സഹായം കൂടി, ഒരു 15 ലക്ഷം രൂപയും കൂടി ആവശ്യമുണ്ട്. പുള്ളിയുടെ ഈ സർജറിയുടെ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി അത്രയും പൈസയുടെ ആവശ്യമുണ്ട്. ആ പോരായ്മ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടികൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അദ്ദേഹം നല്ല സാമൂഹ്യ പ്രവർത്തകനാണ്. എല്ലാവരുടെ കാര്യത്തിനും വേണ്ടി പ്രശ്നങ്ങളിൽ ഇടപെടുകയും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. ഞാനാണ് ഈ ചികിത്സാ സമിതിയുടെ കൺവീനർ ബാബു. ഞങ്ങൾ പരമാവധി നോക്കിയിട്ടും ഒരു 20 ലക്ഷത്തിൽ മേലെ, ഒരു 20,50,000 രൂപ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിനെ, കുടുംബത്തെയും സഹായിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം. അദ്ദേഹത്തിൻ്റെ ഭാര്യ സന്ധ്യയാണ് അദ്ദേഹത്തിന് കരൾ പകുത്തു നൽകിയത്. ആസ്റ്റർ മെഡിസിറ്റിയിലാണ് സർജറി കഴിഞ്ഞ് ഇപ്പോൾ അവിടെ ഒരു റൂമിൽ 1.5 മാസം 2 മാസത്തോളം അവിടെ കിടന്ന് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ആ ഫണ്ട് തയ്യാറത്തിൻ്റെ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.